ബിഗ് ബോസ് സീസൺ 6 ഇന്ന് ലൈവ് ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സമയത്തിൽ നമ്മൾ ഒരു റാങ്കിങ് ആക്ടിവിറ്റി, റാങ്കിങ് ടാസ്ക് പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തിൽ നിന്ന് ഗെയിം പെർഫോമൻസിൽ അവസാനത്തിൽ നിന്നുള്ള 5 ആളുകളെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. വാഴ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ആളുകളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ചില ആളുകൾ തീരെ ആഗ്രഹിക്കാത്ത ചില ആളുകൾ അതിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് പറയാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്തുകൊണ്ട് അവർ കുറച്ചും കൂടെ നല്ലൊരു പൊസിഷൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ നല്ലത് പറയാനായിട്ട് കിട്ടുന്ന ഒരു അവസരം ഉപയോഗിക്കുക. എന്നെ നല്ലത് 2 പറയാനായിട്ട് കിട്ടുന്ന ഒരു അവസരം വിനിയോഗിക്കാതിരിക്കുക. ഏറ്റവും മോശം പെർഫോമൻസിൽ നിന്ന് നല്ലതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഋഷി വരെയുള്ള ആളുകളെ മോശം പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. വലിയ കുഴപ്പമില്ലാതെ, അതിപ്പോൾ അവരുടെ ഗെയിം അത്ര മികച്ചതായതുകൊണ്ടല്ല, വലിയ കുഴപ്പമില്ലാതെ ഏതെങ്കിലും തരത്തിൽ, അതിപ്പോൾ പ്രേക്ഷകരെ പറ്റിച്ചിട്ടാണെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉഡായിപ്പ് പരിപാടികൾ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ടോപ്പ് 5 താഴെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് പറയാം. നോറ 8ാമത്തെ പൊസിഷൻ കൈയടക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് നോറ അവിടെ വരുന്നത്? തീരെ മോശമായിട്ടുള്ള ആളുകളുടെ ഒരു ഇടമല്ല 8 എന്ന് പറയുന്നത്. 8ാമത്തെ പൊസിഷനിലെ നോറ വരുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ സീസണിലായിരുന്നു എന്നുണ്ടെങ്കിൽ കേസ് സ്റ്റഡി ആയിട്ട് നമ്മളെടുത്ത് നോക്കേണ്ടതാണ്. കാരണം അങ്ങനെ നോറയുടെ ഒരു ഗെയിം അപ്രോച്ചായിട്ട് ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത്, അങ്ങനെ വരിക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് പരിപാടിയാണ്. വേറെ ഏതോ ലാംഗ്വേജിൽ, തമിഴിലാണെന്ന് തോന്നുന്നു, ഇത്തരത്തിൽ കരഞ്ഞ് എത്തിയ ആളുണ്ട് എന്നൊക്കെ ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി. ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ കരഞ്ഞ് ശരിക്കും മുന്നോട്ടേക്ക് വന്ന ഒരു വ്യക്തി തന്നെയാണോ നോറ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നോറയുടെ കരച്ചിൽ ആദ്യഘട്ടങ്ങളിൽ വൻ വെറുപ്പിക്കലായിരുന്നു. വൻ വെറുപ്പിക്കലായിട്ടുള്ള നോറയുടെ കരച്ചിലിനേക്കാൾ വെറുപ്പിക്കലായിട്ടുള്ള കുറേയധികം ഗെയിമുകൾ വേറെ ഉണ്ടായിരുന്നതുകൊണ്ട്, അതേപോലെ തന്നെ വേറെ ചില അജണ്ടകൾ ആളുകൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നോറ ആരും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ചില ആളുകളൊക്കെ പുറത്തേക്ക് പോയി. അപ്പോൾ ചില ആളുകളൊക്കെ പുറത്തേക്ക് പോയപ്പോഴത്തേന് നോറ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി ഇവിടെ വന്നു. നോറയ്ക്കും കുറേയധികം ആളുകൾക്കും വലിയൊരു ലെക്കുണ്ട്. സീസൺ 6 എവിക്ഷൻ നടപടികൾ ഒട്ടും നൈസായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത്. ചില ആളുകൾ അസുഖബാധിതരായി പുറത്തേക്ക് പോകുന്നു. ചില ആളുകൾ ഗെയിമിൽ അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിമിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നു. ചില ആളുകൾ ഗെയിമിന്റെ ഭാഗമായി പുറത്തേക്ക് പോകുന്നു. പക്ഷേ ആ ആഴ്ചകളിൽ ഓഡിയൻസിന് വേറെ ചില അജണ്ടകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ഓഡിയൻസിൽ ഒരു കൂട്ടം ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ഗെയിം മൊത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് നോറയെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ പരിഗണിച്ച് ഒരു റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു സമയമൊന്നും ആളുകൾക്ക് കിട്ടിയില്ല. നോറയുടെ ഗെയിമിന് സഹായകമായത് അതാണ്. അതുകൊണ്ടാണ് നോറ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. പിന്നെ നോറ എന്ന് പറയുന്ന ഗെയിമറെ വെച്ചിട്ട് ബിഗ് ബോസ് ഒരു ഗെയിം പ്ലാൻ ചെയ്തിരുന്നു. ഗെയിം ഇങ്ങനെ വളരെ പതിഞ്ഞ രീതിയിൽ പോകുന്ന സമയത്ത്, ഗെയിം ഇങ്ങനെ ഓരോ കോംബോകളിലും ഗ്രൂപ്പുകളിലുമായിട്ട് ഒതുങ്ങുന്ന സമയത്ത്, ആ ഒരു കോംബോകളെ മാത്രമായിട്ട് ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ 2 ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ നോറയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തു. നോറ കരഞ്ഞ് മെഴുകി നടന്ന സമയങ്ങളിൽ നോറയുടെ കയ്യിൽ ചില പോയിന്റുകളൊക്കെ വന്ന് പെടുകയും ആ ഒരു പോയിന്റുകളൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് നോറയ്ക്ക് ഗെയിമിൽ വലിയ ഗുണമായി. ആദ്യ ആഴ്ചകളിൽ ഗബ്രിയെ വെച്ചിട്ട് നോറ ഒരു ഗെയിം കളിച്ചു. ആദ്യ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഗബ്രിയും ജാസ്മിനെയും ആയതുകൊണ്ട് നോറയ്ക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നോറ വീണത് വിദ്യ എന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്കെതിരെ ഒരു ഗെയിം കളിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. വീണ് കിട്ടിയതാണ്, അല്ലാതെ നോറ വീഴ്ത്തിയൊന്നുമല്ല. ജിൻഡോ വീണ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ജാൻമണി അതിനകത്ത് വിട്ടു. ജാൻമണിയും വീണ് കിട്ടി. ജാൻമണി പുറത്തു പോയപ്പോഴത്തേന് നോറയ്ക്ക് ഒരു പവറായി. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗെയിമാണ്. പിന്നീട് ജിൻഡോ അതിൽ നിന്ന് നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി. അപ്പോൾ ഇനി നോറയുടെ ഗെയിം ഇത്തിരി ബുദ്ധിമുട്ടാണ്. വലിയ ഹോപ്പൊന്നുമില്ല. എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് നോറ 8th നിൽക്കട്ടെ. 7th ശ്രീതു ആണ്. ശ്രീതു എന്തുകൊണ്ട് 7th വരുന്നു, നോറ എന്തുകൊണ്ട് 8th വരുന്നു എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകരുടെ ഒരു ടേസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീതുവിൽ ആളുകൾക്ക് ഹോപ്പുണ്ട്. ശ്രീതുവിൽ കുറേയധികം ക്യൂട്ട്നെസ് ഉണ്ട്. സൗന്ദര്യാസ്വാദനം എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ലല്ലോ. ശ്രീതു നല്ല രീതിയിൽ ഡ്രസ് ചെയ്യും, ശ്രീതു നല്ല രീതിയിൽ സംസാരിക്കും, ശ്രീതു നല്ല രീതിയിൽ ചിരിക്കും, കരഞ്ഞു മെഴുകി ഡൗൺ ആയിട്ട് മാറി നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാനായിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്. ശ്രീതു ഒരു മോശം ഗെയിമറാണ് എന്നൊന്നും നമുക്ക് അത്രയധികം ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ശ്രീതുവിൻ്റെ ഒരു ഗെയിം അതാണ്. ശ്രീതു എല്ലാ കാര്യങ്ങളിലും ന്യായമായിട്ട് ഇടപെടുന്നുണ്ട്. ശ്രീതു അങ്ങനെ കോംബോ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കളിയൊന്നും വലിയ കാര്യമായിട്ട് വിസിബിൾ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ശ്രീതു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയും. പിന്നെ ഫിസിക്കലി എൻഗേജ്ഡ് ആവേണ്ട ആക്ടിവിറ്റികളാണ് എന്നുണ്ടെങ്കിലും അതിൽ ആത്മാർത്ഥമായിട്ട് കൊടുക്കും. അതിനോടൊപ്പം സീസൺ 6 പല ആളുകൾക്കും ഇല്ലാത്തതും വേണ്ടതുമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. മത്സര വീര്യം, ആഗ്രഹം, പവർ റൂമിൽ കയറാൻ ആഗ്രഹമുണ്ട്, ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമുണ്ട്, ചില രീതിയിൽ ഗെയിമിനെ നോക്കിക്കാണാൻ ആഗ്രഹമുണ്ട്, ഈവൻ ആ ഒരു താമര കട്ടിലേക്ക് കിടക്കാനെങ്കിലും ഉള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും ഉള്ളതുകൊണ്ട് നോറയ്ക്ക് മുൻപ് നമ്മൾ ശ്രീതുവിനെ പ്ലേസ് ചെയ്തു. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണുന്ന ആളുകൾ എന്താണിത് ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ബിഗ് ബോസ് മലയാളത്തിലെ ഓഡിയൻസിന്റെ സൈക്കോളജി എങ്ങനെയാണ്, അവർ കുറച്ചും കൂടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകൾക്കാണ്
വോട്ട് കൊടുക്കുന്നത്. ഗെയിമും കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമാണ് നോക്കുന്നത്. പിന്നെ ഉള്ളിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും അറിയേണ്ടതില്ല. ഇപ്പൊ ഈ ശ്രീധുവിന് മുൻപുള്ള പൊസിഷനിലേക്ക് വരുന്ന വ്യക്തി ആരാണ്? അഭിഷേകാണ്. അഭിഷേക് എന്തുകൊണ്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്? അഭിഷേകും ശ്രീധു ഒക്കെ ഒരേപോലെ തന്നെയാണ്. അഭിഷേകും ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു വ്യക്തിയാണ്. ആൺകുട്ടികൾക്ക് ക്യൂട്ട്നെസ് വാരി വിതറാൻ പറ്റത്തില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയല്ലേ? അഭിഷേക് നല്ല രീതിയിൽ ക്യൂട്ട്നെസ് വിതറുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ശ്രീധുവിനെ പോലെ തന്നെ വേറെ ഒരു ഇമോഷണൽ ആയിട്ട് ഡൗൺ ആവുന്ന പരിപാടിയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബഹളം ഉണ്ടാക്കുന്ന പരിപാടിയോ ഒന്നുമില്ല. അഭിഷേകും ശ്രീധുവും ഒരേപോലെ തന്നെയാണ്. അഭിഷേകിനും ശ്രീധുവിനും ഒരു പൊസിഷൻ തന്നെയാണ് എപ്പോഴും നല്ലത്. അതിനോടൊപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, അമ്മയില്ലാത്ത ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു രീതിയിൽ കുറേയധികം അമ്മമാര്, കുറേയധികം അനിയത്തിമാര്, ചേച്ചിമാര്, ചേട്ടന്മാരൊക്കെ അഭിഷേകിനെ ചേർത്ത് നിർത്തുന്നുണ്ട്. നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. അത് അഭിഷേകിന് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അഭിഷേകിന് സഹായകമാവുന്നത് കുറച്ച് ഫാൻസിന്റെ സപ്പോർട്ടാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? അഭിഷേക് മറ്റേ സിഗ്മയോ ആൽഫയോ ഒക്കെ ആ ഒരു രീതിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം അഭിഷേക് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ കോംബോ സൃഷ്ടിക്കാനായിട്ടോ ഒന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അഭിഷേക് ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ആളുകളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ഉള്ളിൽ എങ്ങനെ എന്നുള്ളതല്ല, പുറത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഒറിജിനൽ ആണ് എന്ന് പറയുന്നു. പക്ഷെ അഭിഷേകിന്റെ ഒരു ക്യാരക്ടർ ശരിക്കും വന്നപ്പോൾ തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് വന്നപ്പോൾ ഇത് പറഞ്ഞല്ല വന്നത്. അഭിഷേകിന്റെ ഉള്ളിലുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഒരു ഹെയ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരു മജോറിറ്റിയെ ബാധിക്കാത്ത ഒരു സംഭവമാണ്. പിന്നെ അഭിഷേക് വരുന്ന സമയത്ത് അഭിഷേക് എന്തിനാണ് ഗെയിമിലേക്ക് വരുന്നത്? അഭിഷേകിന് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി എന്നുള്ളൊരു പ്രയോറിറ്റി അദ്ദേഹത്തിനില്ല. അതേപോലെ ആളുകളിലേക്ക് എത്തണം എന്ന് പറയുന്ന ഒരു പ്രയോറിറ്റി അദ്ദേഹത്തിനില്ല. അദ്ദേഹം അന്ന് ജാൻമണി, അതേപോലെ തന്നെ അഭിഷേക് കെ എന്നിവർക്കെതിരെയുള്ള ഒരു ഗെയിമായിട്ടാണ് വരുന്നത്. അവർക്കെതിരെ ഒരു ഗെയിമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അവർ ഒരു മൈനോറിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ, ജെൻഡറിലൊക്കെ പെടുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവർക്കെതിരെയുള്ള ഒരു ഗെയിമായിട്ട് വരുന്നു. എന്നാൽ അവർ പുറത്തേക്ക് പോകുന്നു. അവർ പുറത്തേക്ക് പോകുന്ന സമയത്തും കംപ്ലീറ്റ് ആയിട്ട് അഭിഷേക് അദ്ദേഹത്തിന്റെ ആ ഒരു പൊളിറ്റിക്സ് മാറ്റി എന്ന് പറഞ്ഞിട്ടില്ല. അഭിഷേക് പിന്നീട് ഗെയിമിൽ നിലനിൽക്കാൻ വേണ്ടി, ആൾക്കാരൊക്കെ കണ്ടപ്പോഴത്തേനും പരിചയപ്പെട്ടപ്പോഴത്തേനും ഗെയിമിൽ നിലനിൽക്കാൻ വേണ്ടി ഞാനിപ്പോൾ വേറൊരു രീതിയിലേക്കായി എന്നൊക്കെയുള്ള ചില സംഭവങ്ങൾ ഇട്ട് കൊടുത്തു. ടോക്സിക് എന്നുള്ള രീതിയിൽ ആഘോഷിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് അഭിഷേക് അകത്തേക്ക് വന്നത്. എന്നാൽ ടോക്സിക് എന്നുള്ള രീതിയിൽ ആഘോഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേന് അഭിഷേക് ഒന്ന് ഒതുങ്ങിയാണ് ചെയ്തത്. പിന്നെ അഭിഷേകിന്റെ ആ ഒരു ഗ്രേ സൈഡ് സാധാരണക്കാരെ അല്ലെങ്കിൽ മജോറിറ്റിയെ ബാധിക്കുന്ന സംഗതിയൊന്നുമല്ല. നമ്മളെ ബാധിക്കാത്ത ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് അവനൊരു ഹെയ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവനൊരു ഒരു ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനത് മൈൻഡ് ചെയ്യണം? അവൻ പുറമെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മളോട് പെരുമാറുന്നു, എങ്ങനെ ഒരു ഷോയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ നോക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേകിലെ ആ ഒരു ക്യൂട്ട്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് അഭിഷേകിനെയും ശ്രീധുവിനൊപ്പം തന്നെ ആളുകൾ ചേർത്ത് നിർത്തും. ഇനി ടോപ്പ് 5 ആളുകൾ എന്തുകൊണ്ട് ടോപ്പ് 5 വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. അത് ഇത്തിരി പറയേണ്ട ഒരു ഏരിയ ആണ്. ഫസ്റ്റും സെക്കൻഡും തേർഡും പൊസിഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അഭിഷേകിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ കുറേയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇഷ്ടക്കേടുകൾ പങ്കുവെച്ചുകൊള്ളുക, യാതൊരുവിധ പ്രശ്നവുമില്ല. നന്ദി.